നല്ലൊരു ടാസ്ക് ഉണ്ടായിട്ട് അത് കൊണ്ടുപോയി നശിപ്പിച്ചളഞ്ഞിരിക്കുകയാണ് വീട്ടുകാര്. നല്ല അടിപൊളി ബോട്ടിൽ ഫാക്ടറി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റിയതായിരുന്നു. പക്ഷെ അവര് തന്നെ വിചാരിക്കും ഈ ടാസ്ക് നമുക്ക് റദ്ദാക്കി കളയണം. കാരണം അവർ ചിന്തിക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത്, അവരൊന്നും ചിന്തിക്കുന്നില്ല. അവര് എന്താണ് ടാസ്ക് ഇതിൽ മര്യാദക്ക് കളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതില് അനീഷ്, അനുമോള് ഇവർ രണ്ടുപേരാണ് മര്യാദ കളിച്ചിരിക്കുന്നത്. ബാക്കി വർക്കേഴ്സ് കുറച്ച് പേരൊക്കെ മര്യാദക്ക് കളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കുപ്പി ഓടിപ്പോ എടുക്കുന്നതിന്റെ കാര്യമൊന്നുമില്ല. മര്യാദക്ക് സമാധാനത്തോടെ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. കാരണം ഇതില് ഇപ്പൊ അവരങ്ങനെ പോയി എടുക്കുകയാണെങ്കിൽ തന്നെ കുറെയൊക്കെ ചളങ്ങി പോവുകയും ചെയ്യും, അത് റിജക്റ്റ് ആവുകയും ചെയ്യും. അപ്പൊ എന്തിനാ പാട് കഴിക്കുന്നത്? അവർക്ക് മര്യാദക്ക് ആ സാധനങ്ങൾ കൊണ്ടുപോയി മര്യാദക്ക് എടുത്ത് മര്യാദക്ക് തന്നെ ആ കുപ്പി കിട്ടുമല്ലോ ഇവർക്ക് എന്ന് അവർ ചിന്തിക്കുന്നില്ല. പിന്നെ അനുമോളുടെയും ജിഷിന്റെ കേസിലാണെങ്കിൽ അനുമോളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓരോ വന്നാലും ഇപ്പോ എല്ലാ കുപ്പികളുടെയും ലീക്ക് ഉണ്ടെങ്കിൽ ലീക്ക്, ഇപ്പൊ നമ്മൾ സാധനം മേടിക്കുമ്പോൾ തന്നെയും നമ്മളിപ്പോ ഒരു കുപ്പി സാധനം മേടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ചിലപ്പോൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും പോണത് അല്ലെ. ഇങ്ങനെ പിടിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഒന്നും താഴേക്ക് ഇങ്ങനെ വെക്കുമായിരിക്കും അല്ലെ. അപ്പൊ ലീക്ക് ആവരുത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുമോള് നോക്കിയത് കറക്റ്റ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ എല്ലാരും പറഞ്ഞത് അതൊക്കെ നെക്കുന്ന എന്തിനാ, നെക്കിയിട്ട് വീഴാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളോട് കുറെ ഇതാവുന്നുണ്ട്. അനീഷ് പരമാവധി ശ്രമിച്ച് കളിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അനീഷ് തഴഞ്ഞ് അവസാനം സഹി കെട്ടിട്ടാണ് ആ കുപ്പികളെല്ലാം വലിച്ചെറിഞ്ഞത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ബോട്ടിൽ ഫാക്ടറി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ടാസ്കിനെ നശിപ്പിച്ച് കളഞ്ഞു എന്നതിനെ എനിക്ക് പറയാനുള്ളൂ. അതിൽ ക്വാളിറ്റി ഇൻസ്പെക്ടർ ആയിട്ട് ജിഷിനും അനുവും പോയിരുന്നു. പിന്നെ ഓറഞ്ച് ജ്യൂസിന്റെ ഉടമസ്ഥനായിട്ട് നെവിനും, ലെമൺ ജ്യൂസിന്റെ ഉടമസ്ഥനായിട്ട് അനീഷും. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാല് ഇവർ ബസർ അടിക്കും. ഈ ബസർ അടിക്കുന്ന സമയത്ത് ചാക്കിലുള്ള കുപ്പികളെ മാക്സിമം കളക്ട് ചെയ്യാൻ നോക്കുക എന്നതാണ് ടാസ്ക്. ഇവർക്ക് ഇത് ഒരുമിച്ച് കൂടിയിട്ട് മര്യാദക്ക് കളിച്ച് പോകുന്ന സാധനം. പക്ഷെ ഇവര് ഒരുമിച്ച് വന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് കുറെ കുപ്പികൾ ചളങ്ങിയും പൊട്ടിയും ചളക്കിയും എല്ലാത്തേക്കും പകുതി കുപ്പി പോകും. അതിനുശേഷം ഈ വർക്കേഴ്സ്, ഈ കുപ്പികൾ കളക്ട് ചെയ്ത ആൾക്കാർ, രണ്ട് ഉടമസ്ഥരായ നെവിനും അനീഷിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങളുടെ കുപ്പി നിങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഈ ഓണറിനെ എന്ന് വെച്ചാല് ഈ ഓറഞ്ച് നെവിനും അനീഷിനും ഉറപ്പ് ഇവർ നമുക്ക് എടുക്കാം, ഇവരെടുത്താൽ എത്ര കമ്മീഷൻ, എന്ന് വെച്ചാല് മാർക്കറ്റിംഗ് എന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ ഇത് കുപ്പികൾ തരാം, പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു 5 കുപ്പിക്ക് 3 കോയിനോ അങ്ങനെയൊക്കെ തന്നിട്ട് വില വേഷിയിട്ട് അങ്ങനെയാണ് ഈ ടാസ്ക് ചെയ്യേണ്ടത്. ആ കാര്യത്തിലൊക്കെ മിക്ക ആൾക്കാരും നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ. ആ ഒരു വില വേഷുന്നത് നമുക്ക് ഒരു കുപ്പിക്ക് ഇന്ന രൂപയും അതൊക്കെ നന്നായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു ഇവരെടുത്തത് റിജക്റ്റ് ആക്കിയാല് ഇത് ഇവരുടെ കുപ്പിയാണെന്ന് എങ്ങനെ മനസ്സിലാവും? അതെനിക്ക് അറിയത്തില്ല. അതെനിക്ക് കുറച്ച് ഡൗട്ടായിട്ട് ഇരിപ്പുണ്ട്. എനിവേ അത് പോട്ടെ. അപ്പൊ ആദ്യത്തെ റൗണ്ട് വരെയാണ്. ആദ്യത്തെ റൗണ്ടില് എല്ലാവരും ജ്യൂസൊക്കെ ഒഴിച്ച് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. നമ്മളുടെ ലെമൺ ജ്യൂസിന്റെ എല്ലാം ലീക്ക് ആവുന്നുണ്ട്. അനുമോളാണെങ്കിൽ എല്ലാം ഇങ്ങനെ കമഴ്ത്തിയൊക്കെ നോക്കുന്നുണ്ട്, എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ്, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ എന്തൊക്കെയാണോ അവർക്കൊരു മിനിമം ലെവൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പാടുള്ളൂ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ മേളിൽ പോയാൽ കുഴപ്പമില്ലായിരിക്കും, അതിന് താഴെ എഴുത്. അപ്പൊ അതൊക്കെ ഒരു ക്വാണ്ടിറ്റി എല്ലാം നോക്കുന്നുണ്ട്. അനുമോൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ജിഷിനാണെങ്കിൽ ഓവറായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജിഷിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജിഷിൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് എന്തൊക്കെയോ കാണിക്കുന്ന പോലെ. പക്ഷെ അനുമോൾ കറക്റ്റ് ആയിട്ട് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ ഭാഗത്ത് വരുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാല് ഈ ഉടമസ്ഥര് മാത്രം ഈ നമ്മുടെ ക്വാളിറ്റി ഇൻസ്പെക്ടറിന്റെ മുന്നിൽ വരാൻ പാടുള്ളൂ. പക്ഷേ ഇതില് ബാക്കി എല്ലാവരും നമ്മുടെ വർക്കേഴ്സ് ഉൾപ്പെടെ വന്നിട്ട് ഇവരുടെ മുൻപിൽ വന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതിന്റെ ഒക്കെ ഒരു ആവശ്യം. കാരണം വർക്കേഴ്സ് ഒന്നും മാറി നിൽക്കുക, അത് അവരുടെ ഡ്യൂട്ടി അല്ല. ഈ ഇൻസ്പെക്ടറാണ് ക്വാളിറ്റി ഇൻസ്പെക്ടറാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഇവര് വന്നിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് കുപ്പികളുള്ള ജ്യൂസ് വലിച്ചെറിയുന്നു,
ഇത് ഇതാണ് നടക്കുന്നത്. അപ്പൊ ജിഷിനാണെങ്കിൽ 4 ബോട്ടില് അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ആ 4 ബോട്ടിലാണ് അനീഷ് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞത്. അനു ആണെങ്കിൽ 1 ബോട്ടിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും തീരുമാനിച്ചിട്ട് പറയൂ എന്ന് പറയുമ്പോഴത്തേക്കും 4 ബോട്ടിലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ബിഗ് ബോസ് ചോദിക്കാൻ എന്നാ ആ 4 ബോട്ടിൽ എവിടെ? ആ 4 ബോട്ടിൽ ഇല്ല ബിഗ് ബോസ്. എന്നാ സ്വാഭാവികമായിട്ട് ആ കുപ്പി ആ ഒരു ഇത് റദ്ദാക്കപ്പെടും എന്ന് പറയാണ്. ഇവർക്ക് ശരിക്കും ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ ഒരു ഇതില്ല. കാരണം ഇപ്പോൾ അനിമോൾ എല്ലാവരും എതിർത്ത് പറയുന്നുണ്ട്. പക്ഷെ അനിമോളാണ് അതിൽ ഏറ്റവും നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാം ചെക്ക് ചെയ്യണ്ട, നമ്മള് എല്ലാം നല്ല രീതിയിൽ തന്നെ ചെക്ക് ചെയ്യണ്ട. അപ്പൊ എനിക്ക് തോന്നിയപ്പോ അനിമോൾ ബെറ്റർ ആണ്, ഉള്ളതിൽ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫുൾ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജിഷിനും അനിമോളാണെങ്കിൽ കുറച്ച് ധൃതി കൂടുതലായിരുന്നു. അത് കുറച്ച് കൂടുതലായിരുന്നു. സെക്കൻഡ് റൗണ്ടിലേക്ക് പോവുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് ആണെങ്കിൽ ഒനീൽ അക്ബർ എല്ലാവരും കുപ്പി കളക്ട് ചെയ്യാനല്ല ഇവര് നോക്കുന്നത്. കുപ്പി നശിപ്പിക്കുക, ചളക്കുക, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വസ്തുക്കൾ ഒളിപ്പിച്ചൊക്കെ ഇതൊക്കെയാണ് പണി. ഒനീലാണെങ്കിൽ കുറെ കുപ്പികളും ഇതൊക്കെ ചളക്കുന്നുണ്ട്. നെവിൻ ഇഷ്ടപ്പെടുന്നില്ല. നെവിനാണെങ്കിൽ ഗെയിം ക്വിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവസാനം നെവിൻ വരുന്നുണ്ട്. നെവിൻ വന്നിട്ട് ആദ്യം അവര് കുപ്പികൾ കൊടുക്കുന്നുണ്ട്. കുപ്പികൾ കൊടുത്തിട്ട് 5 ലെമണും അതുപോലെ തന്നെ 3 ഓറഞ്ചും 3 ഓറഞ്ചില് 1 ഓറഞ്ച് ലീക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് അവസാനം അനിമോളിനാണെങ്കിൽ ഒരു ലെമൺ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും പറ്റില്ല. ജിഷിനാണെങ്കിൽ 5 ബോട്ടില് 5 ഇവർക്ക് ലെമണും 3 ഓറഞ്ചും കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അവസാനം ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിട്ട് പറയൂ. അപ്പൊ അനിമോളുടെ വേറെ അഭിപ്രായം, ജിഷിന്റെ വേറെ അഭിപ്രായം. ഈ വേറെ അഭിപ്രായങ്ങളായതുകൊണ്ട് തന്നെ ഈ റൗണ്ടും റദ്ദാക്കപ്പെട്ടു. അങ്ങനെ കൊളമായിട്ട് നൈസായിട്ട് ആദ്യത്തെ ടാസ്ക് കൊളമാക്കി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിന്. ഇവർ ചിന്തിക്കുന്നില്ല, ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ. ഇവര് നല്ല ഒരു ഭംഗിയുള്ള ടാസ്ക്കാണ്. ഈ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ള ചിന്ത പോലും ഇല്ല. നമ്മുടെ സീസൺ 3ലും അതുകൊണ്ട് അലക്ക് കമ്പനിയൊക്കെ വന്നില്ലേ, അലക്ക് കമ്പനി എന്താണോ അതേപോലെ തന്നെയാണ് ആ ഒരു ക്വാളിറ്റിയും ഓരോ സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ അതേപോലെ അങ്ങനെ മര്യാദക്ക് ശാന്തമായിട്ട് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ് സീസൺ 6ലൊക്കെ വന്നിട്ട് ടാസ്ക്. ഇത് അതുപോലെ ഒന്നും ചെയ്യാതെ കുപ്പികൾ ചളുക്കുക, ഇവർക്ക് അതിന് മാത്രം ശ്രദ്ധ, ഇവർക്ക് ചെയ്യാം. പക്ഷേ ഇത് ടാസ്ക് കുളവാക്കുന്ന രീതിയിൽ ആക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര സങ്കടമായി പോയി. ഇന്നത്തെ ആ ഒരു ടാസ്ക് മൊത്തം നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകേണ്ട ടാസ്കിനെ നശിപ്പിച്ച് കളഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി പോയി. കാരണം എന്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ട ടാസ്ക് ആയിരുന്നു. അതുപോലെ തന്നെ കിച്ചൺ വഴക്കുണ്ടായിരുന്നു. ജിഷിൻ ഫുഡ് കൊടുക്കാത്തതിന്റെ പേര് ജിസയിലുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ബിന്നിയും അതുപോലെ തന്നെ ലക്ഷ്മിയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആവുന്നുണ്ട്. അറിയില്ല, ജിസേൽ എന്നിട്ട് പറയുന്നത് നീ LGBT എതിരെ നീ അവിടെ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അത് പുറത്തു പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയൊക്കെ ജിസേൽ പറയുന്നുണ്ട്. എന്നിട്ട് രാത്രി ജിസേൽ ആരും അറിയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് റൂമിലിരുന്നിട്ട്. പിന്നെ ഇത് ടാസ്ക് നാളെയും കൂടെ ഉണ്ടാവും. ഈ ടാസ്ക് നാളെയെങ്കിൽ ഇവർക്ക് മര്യാദക്ക് കളിച്ച് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല രീതിയിൽ തന്നെ കളിച്ച് പോവാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷെ ഇവര് കുളവാക്കി കൊടുക്കുകയാണ്. മൊത്തം കുളവാക്കിയിട്ട് നശിപ്പിച്ചു കൊടുക്കുകയാണ് ഇവര്. അറിയത്തില്ല, ഒരു കളിക്കുന്നതിന് ഒരു വേര് കളിക്കണം. ശരിക്കും പറഞ്ഞ ടാസ്ക് എങ്ങനെയാന്ന് വെച്ചാൽ കുപ്പികൾ എടുക്കുക, ഓണേഴ്സിനെ തൃപ്തിപ്പെടുത്തുക, കുപ്പികളിൽ ലെമൺ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് നിറയ്ക്കുക, ഇൻസ്പെക്ടർക്ക് കൊടുക്കുക. ഇൻസ്പെക്ടർ കറക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്തിട്ട് അവർക്കുള്ള പോയിന്റ്സ് കൊടുക്കും. ഇതാണ് ഇവർ ചെയ്യേണ്ടത്. ഇവർക്ക് ലക്ഷറി പോയിന്റ്സ്, ഇവരുടെ ഭക്ഷണത്തിന്റെ പോയിന്റ്സ് ആണ് ഇവർ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗെയിം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവാണെങ്കിൽ നാളെ കൂടി ഈ ഗെയിം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇവർക്കൊന്നും കിട്ടാൻ പോണില്ല. ഫുൾ അലമ്പായി കുളമായി പോകുന്നു തോന്നുന്നു. ഞാൻ പറയുന്നത് വരെ ഫിസിക്കൽ ടാസ്ക് അങ്ങ് കൊടുക്കുക. ഇതിനും ഭേദം അതാണ്. ഫിസിക്കൽ ടാസ്ക് മറ്റേ സീസൺ 4 വന്ന കട്ട ടാസ്ക് ഇല്ലേ, മറ്റേ കട്ട അടുക്കുന്നതും അല്ലെങ്കിൽ കട്ട ശേഖരിച്ച് അടുക്കുന്നതും അങ്ങനത്തെ ഉള്ള ടാസ്ക് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ല. ആ ഒരു എടുക്കാൻ പോകുന്ന ഇടയിലുള്ള ഇഷ്യൂ അല്ലാതെ വേറെ ഇഷ്യൂ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ കോയിൻ ടാസ്ക്, മറ്റേ കോയിൻ എറിഞ്ഞിട്ടുള്ള ടാസ്ക്, സീസൺ 2 വന്ന കോയിൻ ടാസ്ക്, ഇതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള ടാസ്കുകളാണ്. അതുപോലെ തന്നെ കോളർ ടാസ്ക് എന്ന് വെച്ചാല് സീസൺ 2ലും സീസൺ 4 നടന്നൊരു കോളർ ടാസ്ക് ഉണ്ടായിരുന്നു.
അത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ടാസ്ക്കാണ്. കോടതി ടാസ്ക് ഇതൊക്കെ ഇപ്പൊ കോടതിയുടെ ടൈം ആയിട്ടില്ല, കാരണം ഒന്നുമില്ല വലിയ രീതിയിൽ തൊട്ട് പിടിച്ച് മാറ്റി എന്നുള്ള കേസുകളൊക്കെ ആയിരിക്കും. അപ്പൊ കോടതിയുടെ ഇത് എനിക്കറിയില്ല. പക്ഷെ ഈ ബാക്കി ഞാൻ പറഞ്ഞ കോയിൻ ടാസ്ക്, കട്ട ടാസ്ക്, കോളർ ടാസ്ക് ഇതൊക്കെ ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വീക്കിലി ടാസ്ക് ആണ്. പക്ഷെ ഇതൊന്നും കൊടുക്കുന്നില്ല. സീസൺ എന്താണ് തുടക്കത്തിൽ ഒരു 3 ആഴ്ചയിൽ കൊടുക്കേണ്ട ഒരു വീക്കിലി ടാസ്ക് ആയി പോകുന്നുണ്ട്. അറിയില്ല, നമുക്ക് നോക്കാം. ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. എപ്പിസോഡ് എല്ലാം കൊള്ളാം, പക്ഷെ ഗെയിം കൊടുത്തതൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഇവര് അത് യൂസ് ചെയ്യുന്നില്ല, മര്യാദക്ക് യൂസ് ചെയ്യാണ്ട് ഒരു എന്താണ് അടിയും അവർക്ക് തന്നെ ഒരു വേണ്ട എന്നുള്ള രീതിയിൽ എന്താണ് മറ്റുള്ള തകർക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ടൊന്ന് കളിക്കണമെന്നൊന്നും ചിന്തയില്ല. അറിയില്ല. പക്ഷെ അനീഷ് ഇന്ന് എന്താണ് ഞാൻ വിചാരിച്ചത് ഷാനവാസിന്റെ ഒരു ഷാനവാസായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആകുമ്പോ അനീഷ് ചിലപ്പോ ഒന്ന് താഴ്ന്നു കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് അനീഷ് ഷാനവാസിന് ഫേവർ ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല. അനീഷിന്റെ ഗെയിമിൽ തന്നെ പോകുന്നുണ്ട്. കാരണം ഷാനവാസ് എത്രയൊക്കെ പറഞ്ഞിട്ടും അനീഷ് അത് അംഗീകരിക്കുന്നില്ല. അനീഷ് ഗെയിമായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് ഒന്നും വിട്ടുകൊടുക്കാതെ മര്യാദ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അനീഷ് എന്തായാലും കൊള്ളാം, നോക്കാം. അത്രേ ഉള്ളൂ. കഴിഞ്ഞ അടുത്തൊരു വീഡിയോ എപ്പിസോഡിന്റെ റിവ്യൂ കാട്ടി ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.